ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഡോബിൻ്റെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ റേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അഡോബ് ഇൻഡിവിജ്വൽസിനും ലൈക്ക് ഓരോരുത്തർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ആൾക്കാർക്ക് വേണ്ടി പിന്നെ കമ്പനിക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻ റേറ്റുകൾ വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇത്രയും നാൾക്കിടയ്ക്ക് എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ 23 ഇയേഴ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കുറഞ്ഞ റേറ്റ് ഞാൻ കണ്ടിട്ടില്ല. സോ ഗൈസ്, ഗ്രാബ് ഇറ്റ് ഫാസ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനുമാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഓഫേഴ്സ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ പലരും ക്രാക്ക് ചെയ്തും അല്ലാതെയൊക്കെയാണ് സോഫ്റ്റ്വെയർസ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം എല്ലാവർക്കും അതിനുള്ള ബഡ്ജറ്റ് പ്രൈസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ഫണ്ടൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവരും ആദ്യം ചെയ്യുന്നത് നേരെ ട്രയൽ വേർഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ അഡോബിനാണെങ്കിലും ബേസിക്കലി 7 ഡേയ്സിൻ്റെ ഒരു ട്രയൽ പീരീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുള്ള നിർബന്ധിത അവസ്ഥയിൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് അന്തസ്സായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിന് കുറച്ച് നിർബന്ധിത അവസ്ഥകൾ അഡോബ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ AI ജനറേറ്റീവ് AI എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ആഡ് ആയതുകൊണ്ട് എല്ലാ സോഫ്റ്റ്വെയർസിലും അങ്ങനെ ഉണ്ടല്ലോ. സോ അഡോബിലും അത് AI വന്നിട്ടുണ്ട്, ജനറേറ്റീവ് AI എന്നാണ് അതിൻ്റെ പേര്. സോ അത് നമുക്ക് രുചിക്കണമെങ്കിൽ, ടേസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ്, നമുക്ക് വേണ്ടത് ഒറിജിനൽ വേർഷൻ ഓഫ് അഡോബ് പ്രൊഡക്ട്സ് ആണ്. സോ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ടും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ റേറ്റ് വളരെ അധികം കുറഞ്ഞ റേറ്റിൽ താഴ്ന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അഡോബ്. സോ അതൊരു ക്ലാപ്പ് അർഹിക്കുന്ന ഒരു സംഭവമാണ് ഫോർ എസ് പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാം. സോ നമുക്ക് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കാണാം. നമ്മൾ അഡോബിൻ്റെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നൊരു ലിങ്ക് കിട്ടും. അതിൽ നമ്മൾ കയറുമ്പോൾ കാണുന്നത് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ് നൗ അവൈലബിൾ അറ്റ് സ്പെഷ്യൽ പ്രൈസ്, വ്യൂ പ്ലാൻസ് ആൻഡ് പ്രൈസസ് എന്നാണ് കാണിക്കുന്നത്. സ്പെഷ്യൽ പ്രൈസിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളപ്പോൾ അതിലോട്ട് പോകാം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് കാണുന്ന ഈ ബട്ടനെ ക്ലിക്ക് ചെയ്ത് പോകാം. ഇത് കാണുന്നില്ലേ, സി പ്ലാൻസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതിലോട്ട് നമ്മൾ പോകേണ്ടത് ബേസിക്കലി നമുക്ക് ഇവിടെ നോക്കിയിട്ട് പോകാം. അഡോബ് എക്സ്പ്രസ്, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, അഡോബ് ഇല്ലസ്ട്രേറ്റർ, അക്രോബാറ്റ് പ്രോ, അഡോബ് ഫയർഫ്ലൈ അതുകൊണ്ട് കുറേ പ്രൊഡക്ട്സ് കിടപ്പുണ്ട്. ഇൻഡിവിജ്വൽസിന് കിടപ്പുണ്ട്, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സിന് കിടപ്പുണ്ട്, ബിസിനസ്സിന് കിടപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. Pick a plan to start creating. കണ്ടില്ലേ, സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് വൺ ആപ്പ്, ഗെറ്റ് ദ ഫോട്ടോഗ്രാഫി എസെൻഷ്യൽസ് ഓർ സേവ് ബിഗ് വിത്ത് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ്. സിംഗിൾ ആപ്പ് എന്നുള്ള ഓപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് വരുന്നത് 398.84 പെർ മന്ത് ഇൻക്ലൂസീവ് ഓഫ് GST. യുവർ ചോയ്സ് ഓഫ് വൺ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പ് എന്നും ഇത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ആപ്പ് എന്ന് പറയുമ്പോൾ മന്ത്ലി നമുക്കൊരു 400 റുപ്പീസിനുള്ളിലേ ആവുന്നുള്ളൂ. ഈ സിംഗിൾ ആപ്പ് ഓഫ് യുവർ ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിംഗിൾ ആപ്പിനകത്ത് ഏത് ആപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൺസ്, ഇമേജസും, ട്യൂട്ടോറിയൽസ് ആൻഡ് മോർ നമുക്ക് ഫ്രീ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ 100 GB ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും സ്റ്റോറേജായിട്ട് സൂക്ഷിക്കാനും ഒക്കെ ഇപ്പം പല കമ്പനികളും എന്താ പറയുക, ഇൻ്റർനെറ്റ് കമ്പനികൾ വരെ, നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള പല കമ്പനികൾ പോലും നമുക്ക് ഇതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിപ്പം അഡോബും അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രൈവറ്റായിട്ട് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ തരുന്നത് പോലെ ഒരു Gmail ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 GB നമുക്ക് ബൈ ഡിഫോൾട്ട് ഫ്രീ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്ത് അതിൻ്റെ കൂടെ വീണ്ടും 15 ആഡ് ആവും, 30 GB ആവും, അതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ അത് ഫ്രീ ആണല്ലോ. അതെന്ന് പറഞ്ഞ പോലെ ഇവിടെ അഡോബ് നമ്മൾ ഈ ഒരു 398ൻ്റെ ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 100 GB ക്ലൗഡ് സ്റ്റോറേജ് തരുന്നുണ്ട്. പിന്നെ 500+ മന്ത്ലി ജനറേറ്റീവ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ 500ന് മുകളിലേക്ക് ഉള്ള കൗണ്ടിൽ അല്ലെങ്കിൽ നമ്പേഴ്സിൽ നമുക്ക് ജനറേറ്റീവ് AI കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മന്തിൽ 500ന് മുകളിലുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ 500ഓ അതിൽ കൂടുതലോ തരത്തിലുള്ള AI ട്രയൽസ് നമുക്ക് ചെയ്യാൻ പറ്റും, AI ട്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാണുന്നത് ഓൾ ആപ്സ്. അതിന് മുമ്പ് സിംഗിൾ ആപ്പിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സി പ്ലാൻസ് ആൻഡ് പ്രൈസിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1915.14 പെർ മന്ത്. ഇതും ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. ആനുവൽ ബിൽഡ് മന്ത്ലി. അപ്പോൾ നൗ അവൈലബിൾ അറ്റ് സ്പെഷ്യൽ പ്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗെറ്റ് 20+ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്സ് ഇൻക്ലൂഡിങ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, അഡോബ് എക്സ്പ്രസ്, പ്രീമിയർ പ്രോ ആൻഡ് അക്രോബാറ്റ്
Pro plus time-saving generative AI features. Substance 3D apps are not included. Substance in the textures, texturing software ഒക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസ് 3D പെയിൻറ്റർ, സബ്സ്റ്റൻസ് 3D ഡിസൈനർ എന്നൊക്കെ പറയുന്ന അത് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അഡോബിൻ്റെ ആണെങ്കിൽ കൂടി ഇവിടെയാണ് സി ഓൾ പ്ലാൻസ് ആൻഡ് പ്രൈസിംഗ് ഡീറ്റെയിൽസ്. ആഡ് എ 30-day ട്രയൽ ഓഫ് അഡോബ് സ്റ്റോക്ക്. അഡോബ് സ്റ്റോക്കിൻ്റെ 30-day ട്രയൽ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. നെക്സ്റ്റ് അഡോബ് പ്രീമിയർ പ്രോ 733.96 പെർ മന്ത്. അത്ര മാത്രമേ ഉള്ളൂ പ്രീമിയറിന്. ഇലസ്ട്രേറ്ററിനും സെയിം ആണ്. അഡോബ് എക്സ്പ്രസ്സിന് കുറച്ചുകൂടി നേരെ പകുതി വേഗം വരുന്ന പോലെയാണ് 398.84 പെർ മന്ത് അഡോബ് എക്സ്പ്രസ്. അഡോബ് ഫയർഫ്ലൈ പ്രീമിയം, ഇൻ ഡിസൈൻ, ആഫ്റ്റർ എഫക്ട്സ്. ഇതിൽ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും ഡിസൈൻ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാമെന്നതുകൊണ്ടാണ് ഞാൻ വലിയ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ പോകുന്നത്. അഡോബ് ഫയർഫ്ലൈ സ്റ്റാൻഡേർഡ്. ഫോട്ടോഷോപ്പ് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. Inclusive of GST, annual build monthly, create beautiful graphics, photos and art on desktop, web, iPhone and iPad. Comes with Adobe Fresco for drawing and painting. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഇന്നിവിടെ പറയാനുള്ള കാരണം ഇതാണ്. AI അത്രയും ഇൻ്റഗ്രേറ്റ് ആയ സ്ഥിതിക്ക് ജനറേറ്റീവ് AI നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒറിജിനൽ വേർഷൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഒറിജിനൽ വേർഷൻ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് AI ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലൈക്ക് ഐ സെഡ് ഏർലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്ത വേർഷൻസ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് AI ആക്റ്റീവ് ആവില്ല. ആക്റ്റീവ് ആവണമെങ്കിൽ വി നീഡ് ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ആക്കിയാൽ ക്രാക്ക് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആക്കുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിൽ നല്ല ഒറിജിനൽ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ഒരു രീതി, നമുക്ക് കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് കിട്ടിയേക്കുന്ന ഡിസ്കൗണ്ട്സ് എന്തൊക്കെയെന്ന് നോക്കുവാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ബിസിനസ്. ഇൻഡിവിജ്വൽസിനെ നമ്മൾ നോക്കി. നെക്സ്റ്റ് ബിസിനസ്സിനെ നമുക്ക് നോക്കാം. ബിസിനസ്സിൽ ഒരു പറയുന്നത് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സിൽ 3,566 പെർ ലൈസൻസ് ആണ്. 20+ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്സ് ഇൻക്ലൂഡിങ് അക്രോബാറ്റ് പ്രോ. സബ്സ്റ്റൻസ് 3D ആപ്സ് ഇതിലും ഇല്ല. അക്രോബാറ്റ് പ്രോ ഇതിൻ്റെ കൂടെ ഉണ്ട്. ബിസിനസ്സുകാർക്ക് get apps like Adobe Photoshop, Illustrator, InDesign, Premiere Pro, Acrobat Pro for your business or department, plus generating credits of AI-powered content creation and features to simplify admin tasks and protect creative work. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വേണ്ട ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഫേം ആണെങ്കിൽ, ഒരു അഡ്വർടൈസിങ് ഫേം ആണെങ്കിൽ അതിലേക്കുള്ള സോഫ്റ്റ്വെയർസിൻ്റെ പർച്ചേസിങ്ങിന്, ലൈസൻസ് പർച്ചേസിങ്ങിനൊക്കെ ഉള്ള ഓഫ്സ് 49% ഓഫ് ഫോർ ദ ഫസ്റ്റ് ഇയറിലേക്ക് മാത്രമേ ഉള്ളൂ 49% ഓഫ്. പിന്നെ ക്രിയേറ്റീവ് ക്ലൗഡ് സിംഗിൾ ആപ്പിന് 3,000 സംതിങ് വരുന്നുണ്ട്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സ്, ആനുവൽ ബിൽഡ് മന്ത്ലി. ചോയ്സ് ഓഫ് 1 or more ആപ്സ് സജസ്. നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഇറങ്ങി തരുന്ന ബിസിനസ് പർപ്പസിലേക്കാണെങ്കിൽ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ 3,019, അത് സമയം ഇലസ്ട്രേറ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ 3,019 ആയിരിക്കും. ആൻഡ് ചൂസ് ദ നമ്പർ ഓഫ് ലൈസൻസ് യുവർ ടീം നീഡ്സ്. അപ്പം 3,019 പെർ PC എന്നാലോചിച്ചാൽ മതി. ഒരു 4 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 4 കമ്പ്യൂട്ടറിലും ഫോട്ടോഷോപ്പ് വേണമെങ്കിൽ 3,000 into 4 ആയിരിക്കും വരിക. അതുപോലെയാണ് ഇലസ്ട്രേറ്ററും അതുപോലെ തന്നെ. സോ ഇഫ് യു വാണ്ട് ഇലസ്ട്രേറ്റർ ആൻഡ് ഫോട്ടോഷോപ്പ് ടുഗെദർ, ഇവിടെ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ 3,019 into 2 ആൻഡ് ആ ആൻസർ ഇൻറ്റു 4 PCസിലേക്കാണ് വേണ്ടതെങ്കിൽ. അതുപോലെ തന്നെ അഡോബ് സബ്സ്റ്റൻസ് 3D കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കൂടുതലാണ്, 10,070. പക്ഷെ കൂടുതലെന്ന് പറയുമ്പം ഈ അഡോബ് സബ്സ്റ്റൻസ് 3D കളക്ഷനെ ഫോട്ടോഷോപ്പിനെ ഇലസ്ട്രേറ്ററിനെ പോലെ കമ്പയർ ചെയ്യേണ്ട. അത് ഇച്ചിരി വലിയൊരു ആശാന്മാരാണ്. കാരണം 3D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒബ്വിയസ്ലി ഇത്രയും വില വരാൻ കാര്യം. പെർ ലൈസൻസിലാണ് 10,070 വന്നിരിക്കുന്നത്. ആൻഡ് ദേ പ്രൊവൈഡ് ഇത്രയും 3, 4, 5, 6 സോഫ്റ്റ്വെയർസിൻ്റെ ഒരു കളക്ഷനാണ് അവർ തന്നിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഐ വിൽ കം ലേറ്റർ ടു ദി സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. അതിന് കാര്യമുണ്ട്. സോ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് അത് നോക്കാം. എഡ്യൂക്കേഷൻ പ്ലാൻസ് പറയുന്നത് അഫോർഡബിൾ ലൈസൻസിങ് ഓപ്ഷൻസ് ഫോർ സ്മോൾ വർക്ക് ഗ്രൂപ്പ്സ്, അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. അഡോബ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസൈൻ പ്ലാൻസ് ഓഫ് അഫോർഡബിൾ ലൈസൻസിങ് ഓപ്ഷൻസ് ഫോർ സ്മോൾ വർക്ക് ഗ്രൂപ്പ്സ്, ചെറിയ സ്റ്റാർട്ടപ്സിനൊക്കെ ആണെങ്കിൽ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ, ക്ലാസ് റൂംസിൽ, ലാബ്, എൻറ്റയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനായിട്ട് വേണമെങ്കിൽ അതിനൊക്കെ 20+ ക്രിയേറ്റീവ് ആപ്സ്, ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ, അക്രോബാറ്റ് പ്ലസ് ജനറേറ്റീവ് ക്രെഡിറ്റ്സ് എല്ലാം ഉണ്ട്. ആൻഡ്
higher education schools that purchase Creative Cloud or all apps also get Substance 3D apps at no additional cost. അതൊരു എക്സൈറ്റിംഗ് ഓഫറാണ്. വായിച്ച് നോക്കിയാൽ ഇതുപോലത്തെ സെൻറ്റൻസിനുള്ളിൽ കിടക്കുന്ന ഈ പാരഗ്രാഫിനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് വായിച്ച് പോയാൽ പിടി കിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇത് വാട്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ എഡ്യൂക്കേഷൻ പ്ലാൻസിൽ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഇതൊന്ന് നോക്കാം. എന്താണ് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ്? 2,936 പെർ മന്ത്. സിംഗിൾ ആപ്പ് ആണെങ്കിൽ 1,258 പെർ മന്ത് ആണ്. സോ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമുക്ക് അവർ ഓഫർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഗെറ്റ് ദ ലേറ്റസ്റ്റ് ഡെസ്ക്ടോപ്പ് ആപ്സ് ഇൻക്ലൂഡിങ് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ ആൻഡ് അക്രോബാറ്റ്. അത്ര ഒരുമിച്ച് കിട്ടും. മാനേജ് ലൈസൻസ് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് അപ്ഡേറ്റ്സ് ഫ്രം വൺ സെൻട്രൽ കൺസോൾ. 100 GB ഓഫ് ക്ലൗഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. വീണ്ടും ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു 100 GB ക്ലൗഡ് സ്റ്റോറേജ് അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർ ലൈസൻസ് ആണ്. അപ്പം ഞാനൊരു PC യിലേക്ക് വാങ്ങുകയാണെങ്കിൽ അവിടത്തേക്ക് വേണ്ടി 100 GB ഉണ്ട്. 4 PC ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ 4 ലൈസൻസ് 4 PC എന്ന് ഉദ്ദേശിച്ചാണ് പറയുന്നത്. 4 PC ആണെങ്കിൽ 4 ലൈസൻസ് ആണെങ്കിൽ വിൽ ഗെറ്റ് ഓൾ ടുഗെദർ 400 GB ഓഫ് ക്ലൗഡ് സ്റ്റോറേജ്. അഡ്വാൻസ് 24/7 ടെക് സപ്പോർട്ടും ഉണ്ട്. പ്ലസ് 1:1 ആക്സസ് ടു പ്രോഡക്റ്റ് എക്സ്പേർട്സ്. റിക്വയർസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഫിലിയേഷൻ. ഇത് വേണം. ഓക്കെ, നമുക്കിനി സ്റ്റുഡൻസ് പ്ലാൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്ലാനോട്. ഇതാണ് പഠിക്കുന്ന പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. നോക്കാം. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് സേവ് ഓവർ 65% ഓഫ് ഫസ്റ്റ് ഇയർ. അപ്പോൾ ക്രിയേറ്റീവ് ക്ലൗഡ് 638.38. Isn't it exciting? അല്ലേ? അടിപൊളിയല്ലേ? 1,915.14 പെർ മന്ത് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ റേറ്റ് ആണ് ₹638.38 പെർ മന്ത്. ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊന്നും വായിക്കേണ്ട. അതിന് മുമ്പ് ഒരു കാര്യമാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. ഗെറ്റ് 20+ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്സ് ഇൻക്ലൂഡിങ് ഫോട്ടോഷോപ്പ്, അക്രോബാറ്റ്. ഈ 2 സോഫ്റ്റ്വെയർ ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. ഫോട്ടോഷോപ്പ്, അക്രോബാറ്റ് പ്രോ ആൻഡ് മോർ എന്നുണ്ട്. ഈ മോർ നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച് വെച്ചു. ഇപ്പോൾ കാണാം. അത് കഴിഞ്ഞിട്ട് വേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, പേ 638.38 പെർ മന്ത് ദ ഫസ്റ്റ് ഇയർ ആൻഡ് ₹956.98 പെർ മന്ത് ആഫ്റ്റർ ദാറ്റ്. ഒരു വർഷത്തേക്കേ ഉള്ളൂ 638.38 പെർ മന്തിൻ്റെ റേറ്റിംഗ് ഉള്ളത്, ചാർജ്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മന്ത്ലി അടയ്ക്കേണ്ടത് 956.98 ആണ്, 98 ആണ്. ഓക്കെ. ഇതിൻ്റെ കൂടെ അഡോബ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫ്സും ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളത് 30 days നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. And what's included? The world's best creative apps. Get the full versions of Photoshop, Illustrator, Premiere Pro, Acrobat Pro and more. ഞാൻ വീണ്ടും പറയുന്നു, മോർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം ആ മോർ എന്തൊക്കെയാണെന്നുള്ളത്. You on Portfolio website to showcase your work and get hired. Apps to create and share photos, videos, graphics anywhere. Learn at your own pace with helpful tutorials for every skill level. Generating credits for AI-powered content creation. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട്സ് ഇൻക്ലൂഡഡ് എന്നുള്ളത്. ക്ലിക്ക് ആൻഡ് ഗൈസ് ഗെറ്റ് റെഡി ടു ബി എക്സൈറ്റഡ്. വാട്ട്സ് ഇൻക്ലൂഡഡ് വിത്ത് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, വാവിളിക്കേണ്ട. ഇത്രയും ആപ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് 638.38 പെർ മന്ത് എന്നുള്ള റേറ്റിലാണ്. എന്താ അടിപൊളിയല്ലേ? ആപ്സ് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആവശ്യമുള്ള കൂടുതലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ. ഞാനിപ്പം നോക്കുവാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എണ്ണുവാണെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, പ്രീമിയർ, അക്രോബാറ്റ് പ്രോ ഉണ്ടെങ്കിൽ വളരെ വലിയ കാര്യം. എക്സ്പ്രസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാർ, ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനെ അല്ലാത്തവർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ പറയാം, ബക്രീദ്, ക്രിസ്മസ്, ഓണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്ത് വിടണമെങ്കിൽ, സ്റ്റാറ്റസോ സ്റ്റോറി ആയിട്ട് വിടണമെങ്കിലൊക്കെ അഡോബ് എക്സ്പ്രസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, പ്രീമിയർ ഫ്രാങ്ക്ലി പറയുകയാണ്, അക്രോബാറ്റ് പ്രോ, അഡോബ് ഫയർഫ്ലൈ അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ സ്റ്റിൽ ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ആഫ്റ്റർ എഫക്ട്സ്, ഇൻഡിസൈന്, ലൈറ്റ് റൂം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ലൈറ്റ് റൂമൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
ഞാൻ കൂടുതലും ഫോട്ടോഷോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലൈറ്റ് റൂം യൂസ് ചെയ്യും. പ്രൊഫഷണൽസ് കൂടുതലും ഫോട്ടോഷോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് റൂമിലോട്ട് പോകുന്നവരുണ്ടായിരിക്കും. അത് ഏറ്റവും കൂടുതൽ തന്നെ പഠിച്ച് വരുന്ന ആൾക്കാരാണ് കൂടുതലും ലൈറ്റ് റൂമിലോട്ട് പോകുന്നത്. യൂട്യൂബ് നോക്കി തന്നെ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ഒക്കെ പഠിക്കുന്നവർ ലൈറ്റ് റൂമിലോട്ടാണ് ആദ്യം പെട്ടെന്ന് പോകും. അവിടെ അവർക്ക് പെട്ടെന്നുള്ള ടൂൾസ് കിട്ടാറുണ്ട്. അഡോബ് XD UI UX എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ബൂമിംഗ് ആയിട്ടുള്ള ഒരു മേഖലയുണ്ട്. ആ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അഡോബിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്, എക്സ്ക്ലൂസീവ് സോഫ്റ്റ്വെയർ ആണ് അഡോബ് XD. അത് ഈ ഒരു പാക്കിലുണ്ട്. ഓഡിഷൻ ഉണ്ട്, ഓഡിയോ എഡിറ്റിങ്ങിൻ്റെ ആനിമേറ്റ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. 2D അനിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പണ്ടത്തെ മാക്രോമീഡിയ ഫ്ലാഷ് എന്ന് ഞാൻ പഠിച്ച സമയത്തുള്ള, പിന്നെ അത് അഡോബ് ഫ്ലാഷ് ആയി, അത് കഴിഞ്ഞിട്ട് അഡോബ് ആനിമേറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പേര് ആയിട്ടുള്ള അനിമേഷൻ 2D അനിമേഷൻ സോഫ്റ്റ്വെയർ ഇതിനൂടെ ഉണ്ട്. ഡ്രീം വീവർ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാനത് യൂസ് ചെയ്യാറില്ല. ഓഡിഷനും ആനിമേറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. 2D അനിമേഷൻ വർക്ക്സ് ഉണ്ട്. ഇൻഡിസൈൻ പ്രിൻറ്റിങ്ങിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇൻഡിസൈൻ നമുക്കുണ്ട്. റൈറ്റ് നൗ ഇൻ ജനറേറ്റീവ് AI എന്നൊക്കെ ഇനി പ്രാക്ടീസ് ചെയ്ത് നോക്കാനുണ്ട്, ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്കും ആസ് എ ടീച്ചർ, ആസ് എ പ്രൊഫഷണൽ ഇത് ഈ ഒരു റേറ്റ് 630 എന്ന് പറയുന്ന റേറ്റ് വളരെ 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 എക്സൈറ്റിംഗ് ആണ്. ആൻഡ് ഇൻ കോപ്പി, ലൈറ്റ് റൂം ക്ലാസിക്, ക്യാരക്ടർ അനിമേറ്റർ, ക്യാപ്ചർ, ഫ്രെസ്കോ, ബ്രിഡ്ജ്, വാട്ട് നോട്ട്, ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്, മീഡിയ എൻകോഡർ, എയ്റോ, ലൈറ്റ് റൂം, ആക്രോബാറ്റ് റീഡർ, അഡോബ് സ്കാൻ, ഫിൽ ആൻഡ് സൈൻ. പിന്നെ മെമ്പർഷിപ്പ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ അഡോബ് ഫോൺസ് ഉണ്ട്. അഡോബിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കളർ പാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോസിൽ നിന്നും ഇമേജസിൽ നിന്നൊക്കെ കളർ പാലറ്റ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവർ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും എന്ന രീതിയിലുള്ള പാലറ്റ് ജനറേറ്റർ സാധനങ്ങളൊക്കെ ഉണ്ട്. പോർട്ട്ഫോളിയോ, ബിഹാൻസ്, ക്രിയേറ്റീവ്, ക്ലൗഡ് ലൈബ്രറീസ് ഉണ്ട്. 100 GB ഓഫ് ക്ലൗഡ് സ്റ്റോറേജ് വി ഗെറ്റ് ഹിയർ ഓൾസോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ആൻഡ് എന്തോ വേണം പിന്നെ ആക്സസ് ടു ദ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ്. 1000 മന്ത്ലി ജനറേറ്റ് ക്രെഡിറ്റ്സ്. നേരത്തെ 500 കാര്യം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് 1000 ഈ പാക്ക് എടുത്തു കഴിഞ്ഞാൽ. 638 ഈ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൽ നിന്നും കൂടി മീൻസ് ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് പറയുവാണ്. ഫോട്ടോഷോപ്പിലും പ്രീമിയറിലും ഇല്ലസ്ട്രേറ്ററിലും ആനിമേറ്റ്, ആഫ്റ്റർ എഫക്ട്സ് ഇത്രയും പറയുമ്പോൾ അത് നമുക്ക് 4 സോഫ്റ്റ്വെയർസ് എടുത്തെന്ന് വിചാരിച്ചു. 4 സോഫ്റ്റ്വെയറിൽ നമുക്ക് 250 മിനിമം. എക്സാമ്പിൾ പറയുമോ, 1000 എന്ന് പറയുമ്പോൾ 4 ഡിവൈഡ് ചെയ്താൽ 4 എന്ന് പറയുമ്പോൾ 250ൻ്റെ 4 ആണല്ലോ. അപ്പോൾ ഫോട്ടോഷോപ്പിൽ 250 വട്ടം, പ്രീമിയറിൽ 250 വട്ടം, ഇല്ലസ്ട്രേറ്ററിൽ 250 വട്ടം, ആഫ്റ്റർ എഫക്ട്സിൽ 250 വട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയും വട്ടം നമുക്ക് ജനറേറ്റീവ് AIയുടെ ടൂൾസ് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ക്രെഡിറ്റ്സ് ഉണ്ട് എന്ന് പറയാം. ജനറേറ്റീവ് ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് AI ടൂൾസ് അല്ലെങ്കിൽ AI സോഫ്റ്റ്വെയർസ് ട്രൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അവർ ഫ്രീ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അല്ലെങ്കിൽ പെയ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനകത്ത് 3, 4 അല്ലെങ്കിൽ 5 ക്രെഡിറ്റ് വെക്കാറുള്ളൂ. ചിലപ്പോൾ 10 ക്രെഡിറ്റ് വെക്കുമായിരിക്കും. എന്ന് വെച്ചാൽ 10 വട്ടം മാത്രമേ നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. ഇത് 1000 ടൈംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇത് ലിമിറ്റ് ആവത്തുള്ളൂ. സോ isn't it exciting? Tell me guys. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.